ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ടിറ്റ്ലീസ് എന്ന സ്ഥലത്തോട്ട് ഞങ്ങൾ പോകുന്ന വഴിയിലുള്ള ചെറിയൊരു കാഴ്ച കേട്ടോ. ആക്ച്വലി ഇത് ഞങ്ങൾ ലൂസേണിൽ നിന്ന് ഞങ്ങൾ ട്രാമിലോട്ട് കയറിയതാണ്. ലൂസേണിൽ നിന്ന് ഈഗിൾബർഗിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. പക്ഷേ ഈഗിൾബർഗിലോട്ട് നമ്മൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പൺ കേബിൾ കാർ വഴിയാണ്, കാർ വഴിയാണ് നമുക്കത് ആ ഒരു യാത്ര ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഡ്രാമിൻ്റെ അകത്തുള്ള ഒരു ചെറിയൊരു വിഷ്വലൈസേഷനാണ് കേട്ടോ. ഞാൻ പോകുന്ന വഴിയിലുള്ള കാഴ്ചയാണ്. അപ്പോൾ ഡ്രാമിലിരുന്നൊക്കെ പറയുന്നുണ്ടായിരുന്നത് കാണുന്ന മുകളിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. സ്വിറ്റ്സർലാൻഡിലെ 10,000 ഫീറ്റ്, അയ്യോ 10,000 ഫീറ്റിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടാണ് കയറാൻ പോകുന്നത് എന്നൊക്കെ ആ ഒരു ഓപ്പൺ കേബിൾ കാറിൻ്റെ ആ ഒരു കേബിൾ കണക്ഷനൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. സോ ഫൈനലി ഞങ്ങൾ ഡ്രാമിൽ നിന്നും ഒരു ബസ്സിലുണ്ടായിരുന്നു. പിന്നെ ബസ്സിൽ നിന്ന് കയറിയാണ് ഞങ്ങൾ ഈഗിൾബർഗിലോട്ട് എത്തിയത്. ഓക്കെ, ഈഗിൾബർഗിലോട്ട് ഇറങ്ങിയതിന് ശേഷവും വീണ്ടും ഒരു ബസ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. മൗണ്ട് ടിറ്റ്ലീസിലുണ്ട് അവിടെ എത്താനായിട്ട്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എത്താൻ വേണ്ടി. സോ വീണ്ടും ഞങ്ങൾ അവിടെ ബസ്സിന് വേണ്ടി കാത്തു നിന്നു. പാസ് ഉണ്ടായിരുന്നല്ലോ, ആ ബസ്സിന് വേണ്ടി കാത്തു നിന്നിട്ട് വീണ്ടും അതിലോട്ട് കയറിപ്പോയതിന് ശേഷം ഉള്ള കാഴ്ചയാണ് കേട്ടോ. ഇതുപോലെ ബസ്സുകൾ ഒരുപാട് അവൈലബിൾ ആണ്. സോ ഇതുപോലെ ബസ്സിൽ കയറിയാണ് ഞങ്ങൾ രണ്ടാമത് ഈ സ്ഥലത്തോട്ട് എത്തിയത്. സോ പോകുന്ന വഴിയിലുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. പക്ഷേ അത് അത്ര വലിയ ട്രാവലൊന്നും അല്ലായിരുന്നു, ഒരു 5 മിനിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഫൈനലി ഞങ്ങൾ ഈഗിൾബർഗിലോട്ട് എത്തി. ഇനി ഈഗിൾബർഗിൽ നിന്നും ടിറ്റ്ലീസിലുള്ള യാത്രയെന്ന് ഫുള്ളും പറയുന്നത് കേബിൾ കാർ വഴിയായിരിക്കും. സോ ഞങ്ങളിവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് രാവിലെ ആയിരുന്നല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒക്കെ ടൈമൊക്കെ ആയിരുന്നു. ആ ഒരു വ്യൂ ഒക്കെ ഭയങ്കര മനോഹരമായിരുന്നു. ഇങ്ങനെ എന്താ പറയുക, ചുറ്റും നടന്ന് ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതൊക്കെ ആയിരുന്നു പണി. സോ അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. സോ ഞങ്ങൾ 2 ചായയും 2 സമൂസയും കുട്ടികൾക്ക് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ തണുപ്പത്ത് നല്ല ചൂട് ഒരു നല്ല മസാല ചായ ആയിരുന്നു കേട്ടോ. നല്ല സൂപ്പറായിരുന്നു മസാല ചായയും. ഈ പപ്സും കഴിച്ചപ്പോൾ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പതിവ് തെറ്റിച്ചില്ല, 2 ഫോട്ടോഷൂട്ടും നടത്തി. ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതാണ് ഞാൻ പറഞ്ഞ വ്യൂ ഓഫ് പോയിന്റ്. ഈഗിൾബർഗിലോട്ട് കയറണമെങ്കിൽ നമുക്ക് ഓപ്പൺ കേബിൾ കാർ വഴിയാണ് കയറേണ്ടത് പറ്റില്ല. അപ്പോൾ സോ അതിന് വേണ്ടിയുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ടിറ്റ്ലീസിലോട്ട് പോകാനുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. ഓക്കെ, സോ ഫൈനലി ഫസ്റ്റ് ടൈമാണ് ഓപ്പൺ കാറിലോട്ട് കയറുന്നത്. ഈ ഒരു കേബിൾ കാർ എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഫസ്റ്റ് ടൈമാണ്. സോ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് വളരെ അധികമായിരുന്നു. Almost magic. Thank you guys. Bye. Bye-bye. എല്ലാവരും ക്യൂ നിന്ന് കയറുകയാണ് കേട്ടോ കേബിൾ കാറിലോട്ട്. സോ ഞങ്ങളും വെയിറ്റ് ചെയ്ത് കേബിൾ കാറിലോട്ട് കയറുന്നൊരു വ്യൂ ആണിത്. കാറിനകത്ത് കയറിയിരുന്ന് ഇങ്ങനെ തേരിലോട്ട് പോകുന്ന ഒരു ഫീലിംഗാണ്. അപ്പോൾ അവർ പതുക്കെയാണ് കേട്ടോ എടുക്കുന്നത്. മുകളിലോട്ട് നമ്മൾ പോകെ പതുക്കെ ആയിരിക്കും. നമ്മളെന്നാൽ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ കുറച്ച് സ്പീഡിലോട്ടായിരിക്കും വരുന്നത്. ആ പോകുന്ന വഴിയിലുള്ള വ്യൂവും ആ ഒരു കേബിൾ കാറിൻ്റെ ഇൻസൈഡിൽ തന്നെ ഒരു ചെറിയൊരു മ്യൂസിക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മ്യൂസിക്കും ആ ഒരു വ്യൂവും കൂടെ ആയപ്പോൾ അയ്യോ നല്ല അടിപൊളിയായിരുന്നു. ഇത് കണ്ടോ,
ഇത് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാര്യം ഇതിൻ്റെ ഇത്രയും മുകളിൽ താഴെ ഇരുന്ന് ഞങ്ങൾ മുകളിലോട്ട് പോവുകയാണ്. 10,000 സ്വിറ്റ്സർലാൻഡ് 10,000 ഫീറ്റിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. താഴോട്ടൊക്കെ നോക്കുമ്പോൾ മരങ്ങളും ചെടികളും പുഴകളും അയ്യോ എന്ത് മനോഹരമായിരുന്നു. മുകളിലോട്ട് പോവാ പിന്നെ ഫോഗൊക്കെ ഉണ്ടായിരുന്നു, ഫുൾ കോട കൊണ്ട് നിറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതിനകത്തിരുന്ന്. ഈ മുകളിലോട്ട് കയറി പോകുമ്പോൾ നമുക്കൊരു ടെൻഷനും ഒരു പേടിയൊക്കെ ഉണ്ടാവും, ചെറുതായിട്ടൊന്ന് കുലുങ്ങുന്നത് പോലെയൊക്കെ തോന്നും. പിന്നെ മക്കൾക്കൊരായാലും മോനക്ക് നല്ല രീതിയിൽ ടെൻഷനും ചെറിയ രീതിയിലൊക്കെ ടെൻഷനുണ്ട്. ഫസ്റ്റ് ടൈം ആയിരുന്നല്ലോ, ആദ്യത്തെ ഒരു കേബിളിൽ നമ്മൾ പല സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങിയാണ് കയറേണ്ടത്. പക്ഷെ പോകെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വലിയൊരു ട്രാവൽ എന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഈ ഒരു പെട്ടെന്ന് നമുക്ക് താഴോട്ട് നമ്മൾ സ്പീഡിലോട്ട് വരും, കാര്യം അത് ഭയങ്കര സ്പീഡിലോട്ട് വരുന്നതാണ്. പക്ഷെ മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് വളരെ സ്ലോലിയാണ് അവർ കയറുന്നത്. അപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 20-25 മിനിറ്റ്സ് അത്രേ ഉള്ളൂ. കാര്യം മൊത്തത്തിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ 25 മിനിറ്റ്സ് എന്ന്. കാര്യം 3-4 സ്റ്റോപ്പിലോട്ട് നിർത്തി നമ്മൾ അവിടുത്തെ വ്യൂസൊക്കെ കണ്ടിട്ടൊക്കെയാണ് വീണ്ടും മുകളിലോട്ടൊക്കെ പോകേണ്ടത്. ഒക്കെ കണ്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ വ്യൂസൊക്കെ ഞാൻ പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കാണിക്കാതിരിക്കുന്നത്, അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു. ഞാനിത് വീഡിയോസൊക്കെ ഒരുപാട് സ്പീഡിലോട്ട് ഇട്ടൊക്കെയാണ് കാണിക്കുന്നതും. ഏറ്റവും ടോപ്പിലോട്ട് എത്തിയിട്ട് നോക്കുമ്പോഴുള്ള വ്യൂ ആണത്. സോ ഞങ്ങൾ സ്റ്റോപ്പിൽ ഇറങ്ങി എന്താ പറയുക, ടിറ്റ്ലീസ് അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് ഫസ്റ്റ് ഞങ്ങൾ വന്നത്. സോ പിന്നെയാണ് നമുക്ക് മനസ്സിലായത് നമുക്ക് വീണ്ടും മുകളിലോട്ട് എന്ന് വെച്ചാൽ ഹൈയിലോട്ട് പോയതിന് ശേഷം രണ്ടാമത് ഇവിടെ വരാം എന്ന രീതിയിൽ പ്ലാൻ ചെയ്തു. പക്ഷേ ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ്സ് 15 മിനിറ്റ്സോളം ഇവിടെ ഒന്ന് കുറച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത് ഞങ്ങൾ വന്നിരുന്നു. ഓക്കെ, ഞങ്ങൾ ഫുൾ മുകളിലോട്ട് പോയി ഫുൾ എല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം വീണ്ടും ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു നല്ലൊരു ഇതായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റിയിരുന്നില്ല. പിന്നെ ഇവിടെ ഇരുന്ന് 2 കുട്ടികളെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഇതിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഞാൻ വീഡിയോസ് എടുത്തതാണ് കേട്ടോ ഇത്. എൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിന് നമ്മൾ വീണ്ടും ഓപ്പൺ കേബിൾ കാർ കയറുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഇറങ്ങിയ അഡ്വഞ്ചർ പാർക്കിൽ ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ആ കാണുന്ന വ്യൂ ആണത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അത് കാണാനായിട്ട്. ആ മുകളിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് മുകളിൽ ഫുള്ളും ഫോക്ക്, താഴെ നല്ല രീതിയിലുള്ളൊരു ലേക്ക്. ആ ലേക്കിൻ്റെ കളറ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അത് മുകളിലോട്ട് പച്ച നിറഞ്ഞ മലകൾ അതൊക്കെ നല്ല രസമായിരുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു. ഇങ്ങനെ ആ ഓരോ നിമിഷവും വളരെ രീതിയിൽ ഞങ്ങൾ ഫാമിലിപരമായിട്ട് ഒരുപാട് എൻജോയ് ചെയ്തൊരു മൂമെൻ്റ് ആയിരുന്നു ഈ ഒരു നിമിഷം.
കുടമഞ്ഞൊക്കെ ഇങ്ങനെ പറക്കുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും കേട്ടോ. ആ ഒരു ഫീല് നമുക്ക് ഇങ്ങനെ ആ ഓപ്പൺ കേബിൾ കാറിനകത്ത് ഇരുന്നിട്ടായാലും നമുക്കത് വി ക്യാൻ ഫീൽ ദാറ്റ്. ആ ഒരു ചെറിയൊരു അതിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു മൂവ് നമുക്ക് ചെറുതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത്ര തണുപ്പുണ്ടോയെന്ന് കേട്ടാൽ വലിയ രീതിയിൽ തണുപ്പൊന്നും പറയാനായിട്ടില്ല. പക്ഷേ വെയിലും ഉണ്ടായിരുന്നു, ആവശ്യത്തിന് വെയിലും ചെറിയ രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ മെയിനായിട്ട് മഞ്ഞിൻ്റെ സ്ഥലത്തൊക്കെ എത്തിയപ്പോഴത്തേക്ക് നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. ഐസിൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ നല്ല രീതിയിൽ തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് സ്ഥലങ്ങൾക്ക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകാനായിട്ട് പറ്റിയില്ല. ഒരുപാട് സ്ഥലമൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അവിടെ കുറച്ച് പണി നടക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ടൈമിൽ. പുതിയൊരു കേബിൾ കാറിൻ്റെ കണക്ഷനും പിന്നെ വേറെ എന്തോ ഒരു അഡ്വഞ്ചർ പാർക്ക് പോലെ ഒരു സംതിങ് എന്താണെന്ന് അതറിയില്ല, അതിൻ്റെ ഒരു പണി നടക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്ഥലം ക്ലോസ്ഡ് ആയിരുന്നു. ബിക്കോസ് അവിടെ പോസ്റ്ററൊക്കെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂ ഓപ്പൺ കേബിൾ കാർ ഓപ്പൺ അറ്റ് 2026 എന്ന്. പിന്നെ പുതിയൊരു പ്രോജക്റ്റ് 2030 വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഓരോ ഇതിലായിട്ട് അവർ പോസ്റ്ററിൽ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് പോകാനായിട്ട് പറ്റിയില്ല. ഇതിന് ശേഷം ഞങ്ങൾക്ക് മെയിൻ സ്റ്റേഷനിലോട്ട് എത്തിയതിന് ശേഷം വലിയൊരു കേബിൾ കാറാണ് കേട്ടോ. അത് വലിയൊരു ഓപ്പൺ കേബിൾ കാറാണ്. അതിൽ ഒരുപാട് പേർക്ക്, ഓക്കെ, 1-2 പേരല്ല, 4-5 പേർക്ക് നിന്നല്ല, ഒരു 30 പേര് 35 പേര് 40 പേർക്ക് എന്നുള്ള ഒരു ഇൻക്ലൂഡിങ് ആയിട്ടുള്ള വലിയൊരു കേബിൾ കാറാണ്. അതിലോട്ട് എല്ലാവരും കൂടെ കയറിയിട്ടാണ് മെയിൻ നമ്മൾ ടിറ്റ്ലീസ് ഹൈ പോയിന്റ്സ് ഓഫ് സ്വിറ്റ്സർലാൻഡിൽ എത്തുന്നത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ഓപ്പൺ കേബിൾ കാർ. ഇതിലെല്ലാവരും കൂടെ കയറിയിട്ടായിരുന്നു പിന്നെ പോയത്. സോ അതിനകത്തുണ്ടായിരുന്ന ചെറിയ കാര്യം, ഒരുപാട് പേരുണ്ടായിരുന്നല്ലോ. അപ്പോൾ വലിയ രീതിയിലുള്ള ഫോട്ടോസും വീഡിയോസും എനിക്ക് എടുക്കാൻ വേണ്ടി സാധിച്ചില്ല. കാര്യം ഞങ്ങൾ ലാസ്റ്റ് ആയിരുന്നു കയറിയത്. ഒരു മിഡ് പോർഷനായിട്ടൊക്കെയാണ് നിന്നത് തന്നെ. വലിയൊരു ഗ്ലാസിൻ്റെ അടുത്തായിട്ടൊന്നായിരുന്നില്ല. സോ കിട്ടുന്ന ഗ്യാപ്പിൽ എടുത്തൊരു വീഡിയോ ആണത്. ടിറ്റ്ലീസിൽ എത്തിയിട്ടുള്ള വീഡിയോസും ഞാൻ നെക്സ്റ്റ് പാർട്ടിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡോണ്ട് മിസ് ദാറ്റ് വീഡിയോ. സോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സോ ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഇതിപ്പോൾ ഒരു കേബിൾ കാറിൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളൂ. അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാണിക്കുന്നതായിരിക്കും.